ഹായ്, നാളെ കേരള നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോവുകയാണല്ലോ. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും കലാശക്കൊട്ടും എല്ലാം കഴിഞ്ഞ് നാളെ ബൂത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നാളെ ബൂത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഇലക്ഷൻ. അപ്പോൾ ഈ ഇലക്ഷന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ട ഏതെങ്കിലും രേഖ എന്ന് പറയുന്നത് ഒന്നിക്കലും നമ്മുടെ വോട്ടർ ID കാർഡ്, അതുമല്ലെങ്കിൽ ആധാർ കാർഡ്, അതുമല്ലെങ്കിൽ പാസ്പോർട്ട്, ഗവൺമെൻറ് അംഗീകൃതമായ ഫോട്ടോ പതിച്ച എന്തെങ്കിലും തിരിച്ചറിയൽ കാർഡ്. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാസികൾ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നിർബന്ധമായിട്ടും പാസ്പോർട്ട് കയ്യിൽ കരുതേണ്ടതാണ്. പിന്നെ അപ്പോൾ ഇന്ന് തന്നെ മറക്കാതെ എല്ലാ രേഖകളും എടുത്തു വെച്ച് നാളെ രാവിലെ തന്നെ വോട്ട് ചെയ്യാനായിട്ട് പോകാനായിട്ട് തയ്യാറാവുക. വൈകുന്നേരങ്ങളിലെ തിരക്കുകളും അതുപോലെ വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കാത്ത അവസ്ഥയും ഇല്ലാതാക്കാൻ അത് ഉപകരിക്കും. ഉച്ചക്ക് നല്ല ചൂടാണ്, വെയിൽ അമ്മാതിരി ചൂടാണ്. അപ്പോൾ ആ വെയിൽ കൊള്ളണ്ട, ഇനി ചൂടായിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് ആകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. 7 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങുകയാണെങ്കിൽ 6 മണിക്ക് മുതൽ തന്നെ ബൂത്തിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ വോട്ടും ചെയ്ത് നേരെ വീട്ടിലേക്ക് വരാം. വെയിലും കൊള്ളണ്ട, ചൂടും അടിക്കണ്ട. ഓക്കെ, അപ്പോൾ എല്ലാവരും അവരവരുടെ വോട്ട് ഉപയോഗപ്പെടുത്തുക. ഓരോ വോട്ടും അമൂല്യമാണ്. നിങ്ങളുടെ വോട്ട് ചെയ്യാതിരിക്കാൻ പാടില്ല. വോട്ട് നമ്മുടെ അവകാശമാണ്. നമുക്കറിയാലോ, ഇത്തവണ SIR വന്നപ്പോൾ 2021 വോട്ട് ചെയ്ത നമ്മുടെ പൂർവികരുടെ രേഖയാണ് ചോദിച്ചത്. നാളെ ഇനി ഇതുപോലൊരു ഇലക്ഷൻ വരുമ്പോൾ, ഇനി കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതുപോലൊരു ഇലക്ഷൻ വരുമ്പോൾ നമ്മുടെ കൂടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ആട്ടെ ഒരു വോട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ SIR ഒക്കെ വരികയാണെങ്കിൽ നമ്മളിപ്പോൾ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടെങ്കിലും, നമ്മളിപ്പോൾ അനുഭവിച്ച് കഴിഞ്ഞു ആ ഒരു ബുദ്ധിമുട്ട്, അത് ഓർത്തിട്ടെങ്കിലും നാളെ എല്ലാവരും കൃത്യസമയത്ത് വോട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, അതുപോലെ എന്തെങ്കിലും മാരക രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ, അവർക്കൊക്കെ വോട്ട് ചെയ്യാനുള്ള അവസരം, വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അത് ചിലർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. മിക്കവർക്കും ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യാനായിരിക്കും താല്പര്യം. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വോട്ടിൻ്റെ എല്ലാ പ്രക്രിയകളും ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നാളത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭിന്നശേഷിക്കാരാണ്, അതുപോലെ മുതിർന്ന സീനിയർ സിറ്റിസൺസ്, അത് പ്രായമായ ആളുകൾ, ഈ 2 വിഭാഗക്കാർക്കും ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല, ബാധകമല്ല. എന്നുവെച്ചാൽ ക്യൂ നിൽക്കാതെ ഇടിച്ച് കയറുക എന്നല്ല. അവിടെ ചെന്ന് നിങ്ങളെ വോട്ടിന് സഹായിക്കാനായിട്ട് അവിടെ ആൾക്കാരുണ്ടാവും. അവരോട് സംസാരിച്ചിട്ട് അവരുടെ കാര്യം പറയുന്ന പോലെ, ഭിന്നശേഷിക്കാരനാണ്, അധികം എനിക്ക് നിൽക്കാൻ കഴിയില്ല, ക്യൂ നിൽക്കാൻ കഴിയില്ല. അതുപോലെ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ പ്രായമായതാണ്, അധികം നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പോളിംഗ് ഓഫീസറുമായി സംസാരിച്ച് നമുക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ അവർ ചെയ്തു തരും. അപ്പോൾ അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. അതിന് അധികം ക്യൂ ഒക്കെ നിന്നിട്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അതിൽ രേഖകൾ നമ്മളെ കയ്യിൽ കരുതുക. പ്രായമാരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് പ്രായമൊക്കെ ആയി. ഭിന്നശേഷിക്കാരെ, ചില വിഭാഗക്കാരെ നമുക്ക് കണ്ടാൽ മനസ്സിലാവണമെന്നില്ല. പല വിധത്തിലുള്ള ഭിന്നശേഷിക്കാരായിരിക്കും ഉണ്ടാവുക. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കാണ് പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക. ഓക്കെ, ശരി.